പയ്യൻ്റെ ഊരുകാർ അഥവാ പയ്യന്നൂർക്കാർ പയ്യന്നൂർ ഓണം 2025 വളരെ വിപുലമായിട്ടാണ് ബഹറിൽ കൊണ്ടാടിയത്. 580ഓളം ആളുകൾ ഓണസദ്യ ഉണ്ട ഈ വർഷത്തെ ഓണാഘോഷ പരിപാടി വളരെ സന്തോഷമുണ്ടാക്കിയ ഒരു കാര്യമാണ് എൻ്റെ മനസ്സിലും പയ്യന്നൂർക്കാരുടെ മനസ്സിലും ബഹറിലെ ഒരു പരിധിവരെയുള്ള പൊതുസമൂഹത്തിൻ്റെ മനസ്സിലും. എന്തുകൊണ്ടെന്നാൽ ആ കലാപരിപാടി കണ്ടവർക്കും ലൈവ് കണ്ടവർക്കും അതിനെ കേട്ടറിഞ്ഞവർക്കും പത്രവാർത്ത അറിഞ്ഞവരൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ മരം പെയ്യുന്നത് പോലെ അതിനെക്കുറിച്ച് അനേകം ചർച്ചകൾ ചുറ്റുപാടിൽ നിന്നും ഉണ്ടായി എന്നുള്ളതാണ്. ഓണാഘോഷം കഴിഞ്ഞിട്ടും ഇന്ന് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം ഈ ഓണാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് അതൊരു മീറ്റിംഗ് വിളിച്ചു ചേർക്കുകയും അതൊരു സ്വിമ്മിംഗ് പൂൾ പാർട്ടി ആയിരുന്നു. അപ്പോൾ തന്നെ അതിൻ്റെ ഒരു അവലോകനം നടത്തുകയും പയ്യന്നൂർ ഓണം ഒരു വലിയ വിജയമായിരുന്നു എന്ന് കൂടിയ 150 പേര് ഉള്ള അവിടെ എത്തിപ്പെട്ട എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രോഗ്രാം അത്തരത്തിൽ ചെയ്യുമ്പോൾ അതിന് ഭാഗ്യവശാൽ അതിന് നേതൃത്വം അഥവാ ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാനായി പ്രവർത്തിക്കാൻ പറ്റി എന്നുള്ള ഒരു സന്തോഷം ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത് എന്നുള്ളതാണ്. ആ ആഘോഷത്തിൻ്റെ പ്രത്യേകതകളിലേക്ക് കടക്കുകയാണ്. രാവിലെ ഒരു 9-9:30 മണിക്ക് തുടങ്ങിയ പ്രോഗ്രാം വൈകിട്ട് 5-5:30 മണി വരെ നീണ്ടു നിന്നു എന്നുള്ളതാണ്. തുടർച്ചയായിട്ട് പ്രോഗ്രാം ഉണ്ടായി എന്നുള്ളതാണ്. ഈ തുടർച്ചയായിട്ടുള്ള പ്രോഗ്രാമിൽ അനേകം കുട്ടികളുടെ കലാപരിപാടികൾ ഉണ്ടായി, ഘോഷയാത്രയുണ്ടായി. പയ്യന്നൂരിനും കണ്ണൂരിനും കാസർഗോഡിനും ഒക്കെ അഭിമാനിക്കാവുന്ന വളരെ വിപുലമായ ഒരു അധ്യാപകന്റെ നേതൃത്വത്തിൽ 2 മാസം നിരന്തരമായി പരിശീലിപ്പിച്ച് അവർക്ക് വളരെ മുന്നേ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് എങ്കിൽ പോലും ഇവിടെ അത് പൊടിയെ തട്ടിയെടുത്ത് വളരെ ക്രിയാത്മകമായിട്ടും വളരെ പരിശീലനാത്മകമായിട്ടും അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് പരിശീലിച്ച് അവിടെ പൂരക്കളി ആഘോഷിക്കപ്പെട്ടു, അല്ലെങ്കിൽ അവിടെ കളിച്ചു എന്നുള്ളതാണ്. അത് വലിയ ഒരു പ്രശംസ പിടിച്ചു പറ്റി എന്ന് പറയാതെ നിർവാഹമല്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പരിപാടി നടക്കുകയും പരിപാടി വ്യക്തിപരമായിട്ടും സാമ്പത്തികപരമായിട്ടും മറ്റു കാര്യങ്ങളിലൊക്കെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നടന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാകുമ്പോൾ തന്നെ വളരെ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ പറയാൻ നിർവാഹമില്ല. പയ്യന്നൂർ ഓണം ആഘോഷിച്ചപ്പോൾ ഒരു പ്രാദേശിക സംഘടനയ്ക്കപ്പുറത്ത് ബഹറിലെ പൊതുസമൂഹത്തിലെ വലിയൊരു ശതമാനം ആളുകളെ പങ്കെടുപ്പിക്കാൻ പറ്റി എന്നുള്ളതാണ്. പയ്യന്നൂരിൻ്റെയും കണ്ണൂർ ജില്ലയുടെയും ബഹറിലെയും പൊതുസമൂഹത്തിലൊക്കെ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള CV നാരായണൻ എന്ന് പറയുന്ന മനുഷ്യന് ചെറിയൊരു ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായതിനു ശേഷം അദ്ദേഹം ബഹറിൽ വന്ന് അദ്ദേഹം ഈ പരിപാടി നാട്ടിലായിരുന്നു, ചികിത്സാർത്ഥം നാട്ടിലായിരുന്നു. അദ്ദേഹം ബഹറിൽ വന്നിട്ട് ആദ്യമായി പങ്കെടുത്ത പരിപാടിയും അതിനുശേഷം അദ്ദേഹം വളരെ സന്തോഷത്തോടെ എന്നെ വിളിച്ച് പറയുകയും ചെയ്തു, രാജീവൻ നല്ലൊരു പ്രോഗ്രാമായിരുന്നു, അത് വളരെ നന്നായി എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ സന്തോഷം വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 3 അതിഥികളെ ഈ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാൻ പറ്റി എന്നുള്ളതാണ്. അത് വളരെ ആത്മബന്ധമുള്ള സുഹൃത്ത് എന്ന തലത്തിൽ തന്നെ പരസ്പരം സംസാരിക്കാനും ഇടപഴകാനും ചർച്ചകൾ ചെയ്യാനും ഒക്കെ വർഷങ്ങളുടെ 23/2002 ആദരണീയനായ MN കാരശ്ശേരി ബഹറിൽ വരുന്നത് എന്നുള്ളതാണ്. അത് എൻ്റെ അന്ന് ഞാൻ ഏഷ്യാനെറ്റിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന പ്രോഗ്രാമായിരുന്ന വർത്തമാനം ടോക്ക് ഷോയിൽ അദ്ദേഹം അതിഥിയായിട്ടാണ് വന്നത്. അതിനുശേഷം പലതവണ കാരശ്ശേരി മാഷ് ബഹറിൽ വരുമ്പോഴൊക്കെ അതിനെ നേരിട്ടോ അല്ലെങ്കിൽ അതിനെ കണക്ട് ചെയ്യുന്ന രീതിയിലോ ബന്ധപ്പെടാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം പറയാതെ വയ്യ. കാരശ്ശേരി മാഷ് ഈ പൂരക്കളിയെ അങ്ങേയറ്റം പ്രശംസിച്ചുകൊണ്ടാണ് വേദിയിൽ പ്രസംഗിച്ചത് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് അത് വളരെ ഇഷ്ടമായി എന്നുള്ള കാര്യമാണ്. കൂടാതെ പയ്യന്നൂർ ഓണത്തിൻ്റെ ഓരോ പ്രോഗ്രാമിനെ കുറിച്ചും അദ്ദേഹം വളരെയധികം എടുത്തു പറഞ്ഞുകൊണ്ടാണ് അതിനുശേഷം നാട്ടിൽ പോയ ശേഷം അദ്ദേഹം വോയിസ് മെസ്സേജ് അയക്കുകയും അത് ഗ്രൂപ്പിലിടുകയും അപ്പോൾ ആളുകൾക്കൊക്കെ ഉണ്ടായ സന്തോഷം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറയുന്ന ഗാന്ധിയുടെ മഹത്തായ വാചകം അതൊരു വലിയ അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. സത്യമാണ്. ചെറിയ അർത്ഥത്തിലും ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലും
പ്രായോഗികമാക്കാവുന്ന മറ്റൊരു വ്യക്തിത്വം അവിടെ വിശിഷ്ട അതിഥിയായി എത്തിയിട്ടുണ്ടായിരുന്നു. അത് മുരളി കുന്നുംപുറത്ത് ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സുഹൃത്ത് എന്നതിനപ്പുറത്ത് മുരളി ഒരു വലിയൊരു ജീവിതമാണ്, വലിയൊരു സന്ദേശമാണ്. കേരളത്തിലെ മദ്യപാനത്തിന്റെ അളവ് വളരെയധികം കൂടുന്ന ഒരവസ്ഥ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ മദ്യം പൂർണ്ണമായി ഉപേക്ഷിക്കുകയും മദ്യം തൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ദുരന്തവും മദ്യം നിർത്തിയതിനു ശേഷം തൻ്റെ ലക്ഷ്യബോധത്തിലൂടെ എങ്ങനെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് കാണിച്ചു തരികയും ആ ലക്ഷ്യബോധം ലോകത്തിന് മാതൃകയാക്കുന്ന തരത്തിൽ ഒരു സിനിമ ജയസൂര്യയെ വെച്ചുകൊണ്ട് വെള്ളം എന്നൊരു സിനിമ ചെയ്യുകയും ആ സിനിമ ഹിറ്റാകുന്നു എന്ന് മാത്രമല്ല ജയസൂര്യക്ക് സംസ്ഥാന അവാർഡ് അടക്കം കിട്ടുന്ന തലത്തിൽ മാറുകയും ചെയ്ത അദ്ദേഹം പിന്നീട് അനേകം സുമതി വളവ് പോലുള്ള സിനിമ ചെയ്യുകയും പിന്നീട് വെള്ളത്തിന്റെ പല തമിഴ് വേർഷനും മറ്റു വേർഷനെ കുറിച്ചൊക്കെ അദ്ദേഹം ചിന്തിക്കുന്നു. പിന്നെ പുതിയ സിനിമകളെ കുറിച്ച് ചിന്തിക്കുന്നു. അത്തരത്തിൽ വളരെയധികം വളർന്ന ഒരു വ്യക്തി അദ്ദേഹത്തെ വിശിഷ്ടാതിഥിയായി കിട്ടി. പിന്നെ ഈ വെള്ളവും അതുപോലെ തന്നെ ക്യാപ്റ്റനൊക്കെ സിനിമ ചെയ്ത പ്രജേഷ് അദ്ദേഹം പ്രജേഷ് വളരെ പ്രധാനപ്പെട്ട ഒരു സംവിധായകനാണ്. കൂടാതെ അദ്ദേഹം സിനിമാ രംഗത്ത് അനേകം ചലനങ്ങൾ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ചെയർമാന്റെ പ്രസംഗത്തിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വേദിയിൽ വെച്ചിട്ട്, ഒരു പ്രാദേശിക ഭാഷയിൽ ചെയ്യുന്ന സിനിമയല്ല ക്യാപ്റ്റൻ. ലോകപ്രസിദ്ധരായ ഫുട്ബോൾ കളിക്കാരെ പോലെ വളരെ പ്രസിദ്ധനായി മാറേണ്ട ബെക്കാമിനെ പോലെ, റോബർട്ടോ കാർലോസിനെ പോലെ ഒക്കെ ശ്രദ്ധിക്കപ്പെടേണ്ട, റോബർട്ട് ബാജിയോ പോലെ ഒക്കെ ശ്രദ്ധിക്കപ്പെടേണ്ടിയിരുന്ന ഒരു വളരെയധികം പ്ലേ മേക്കർ ആയിരുന്നു സത്യൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ ക്യാപ്റ്റൻ. പക്ഷെ അദ്ദേഹത്തിന് ഇന്ത്യയിൽ നിന്നുണ്ടായ ദുരന്തവും അതിലൂടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ ദുരന്തവും അങ്ങനെ അദ്ദേഹത്തിന് ആത്മഹത്യയിലേക്ക് എത്തപ്പെടേണ്ടി വന്നതും അദ്ദേഹം വ്യക്തിപരമായി അങ്ങനെയൊക്കെ ഉണ്ടായ അനുഭവങ്ങൾ എടുത്തു കാണിക്കുന്ന വളരെ മനോഹരമായ ഒരു സിനിമ ചെയ്ത ആളാണ് പ്രജേഷ്. അദ്ദേഹത്തെയും നമുക്ക് അതിഥിയായി കിട്ടി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും കോർത്തിണക്കിക്കൊണ്ട് ചെയ്ത പയ്യന്നൂർ ഓണം വളരെ വിപുലമായിട്ടാണ് ആഘോഷിക്കപ്പെട്ടത് എന്നുള്ളതും, ആഘോഷിക്കപ്പെട്ടതിന് ശേഷം സാധാരണ രീതിയിൽ മറ്റു പ്രോഗ്രാമുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ച് അവസാനിക്കുന്നതിന് പകരം അതിനെ ഒരു റിവ്യൂ ചെയ്യാൻ കുറച്ചു കാലത്തിന് ശേഷം കൂടുകയും ആ റിവ്യൂവിൽ വെച്ച് ആളുകൾ കൃത്യമായി തുറന്ന് സംസാരിക്കുകയും ആ തുറന്ന് സംസാരിച്ചതിന് ശേഷം ആളുകൾ ആടിപ്പാടി തിമിർത്ത് വളരെ സന്തോഷത്തോടുകൂടി പിരിഞ്ഞു പോവുകയും ചെയ്തൊരു അനുഭവം ഇന്നലെ ഉണ്ടായി. അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളതും അതിന് ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിന് ഒരു പയ്യന്നൂരോണം 2025 ചെയർമാനായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. നേതൃത്വപരമായ ഒരു പങ്ക് വഹിച്ചു എന്നതിനപ്പുറത്ത് ഇതൊരു വലിയൊരു കൂട്ടായ്മയുടെ വിജയമാണ് എന്ന് പറയാതെ നിർവാഹമില്ല. ജനറൽ കൺവീനറായി ശ്രീനിവാസനും അതോടൊപ്പം തന്നെ ഇതിന്റെ ഭരണസമിതി മുരളി ടി.പിയുടെ നേതൃത്വത്തിലുള്ള മുരളി ടി.പിയാണ് പ്രസിഡന്റ്, രതീഷാണ് സെക്രട്ടറി, വളരെ സീനിയറായിട്ടുള്ള ഉണ്ണിയേട്ടൻ, അതോടൊപ്പം തന്നെ ബാലു, ശ്യാം തുടങ്ങിയ അനേകം പേരെടുത്ത് പറയുകയാണെങ്കിൽ മുഴുവൻ ആളുകളുടെയും പേര് പറയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ട്രഷററുടെ പേര് പറയണം, അങ്ങനെ ഓരോരാളുടെയും പേരുകൾ പറയണം. പക്ഷെ അങ്ങനെ പേര് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ പ്രോഗ്രാമിൽ പേരുകൾ ഓരോരാളുടെയും പറയണം. കാരണം അതൊരു വലിയൊരു കൂട്ടായ്മയായിരുന്നു. ആൻഡ്ലോസ് ഗാർഡിൽ വെച്ച് നടന്ന പ്രാക്ടീസ്, അതോടൊപ്പം തന്നെ ഓരോ കാര്യങ്ങൾ കോർത്തിണക്കുന്നത്, ആളുകളെ കൊണ്ടുവിടുന്നത്, അത്തരത്തിൽ തന്നെ പല കാര്യങ്ങളും വിഭവങ്ങൾ കണ്ടെത്തുന്നത്, അതിനൊക്കെ വേണ്ടി പരിശ്രമിച്ച ഒരു വലിയൊരു ആൾക്കൂട്ടം, ഒരു വലിയൊരു ആളുകളുടെ ചേർന്ന് നിൽക്കലാണ് ഇത്തരത്തിലൊരു മനോഹരമായ ഒരാഘോഷമാക്കി ഇതിനെ മാറ്റാൻ പറ്റിയത്, പയ്യന്നൂർ ഓണത്തെ മാറ്റാൻ പറ്റിയത് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു വലിയ കൂട്ടായ്മയുടെ വിജയത്തിന്റെ ഭാഗമാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവതരിപ്പിച്ച് ഒരു പോസ്റ്റ്മോർട്ടം നടത്തി വളരെ വിജയകരമായിട്ട് അവസാനിച്ചു എന്നുള്ള ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേർന്നത്. അതുകൊണ്ട് തന്നെ ഈ മാതൃക തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. അത്തരത്തിൽ തന്നെ വേറെ ഓരോ പ്രോഗ്രാമുകളും ഉണ്ടാകട്ടെ എന്നും ഇനി അങ്ങോട്ടുള്ള ഓരോ പ്രോഗ്രാമുകളും ഇത്തരത്തിൽ വളരെ മനോഹരമായി നടന്നു പോകട്ടെ എന്നും ആഗ്രഹിച്ചുകൊണ്ട് തീർച്ചയായും പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് കാണാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ നിർത്തുന്നു.